ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇത് നമ്മുടെ 65ാമത്തെ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് കേട്ടോ. ആ ഒരു ക്ലാസ്സിൽ നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ ആയിരുന്നു എടുത്തത്, അതായത് ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. അപ്പോൾ ആ ഒരു ക്ലാസ് കാണാത്തവർ അത് പോയി കാണണേ. നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു ചാപ്റ്ററാണിത്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് മൗലികാവകാശങ്ങളെ കുറിച്ചാട്ടോ പറഞ്ഞിരുന്നത്. നമുക്കറിയാം, ഭരണഘടനയുടെ ഭാഗം 3-ലാണല്ലേ മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. 6 മൗലികാവകാശങ്ങളാണുള്ളത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്തിലും 5ാമത്തെ മൗലികാവകാശമായ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം അതിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു അവകാശം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ളതാണ് കേട്ടോ. അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും അതുപോലെ വികസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഇനി അവസാനത്തെ 6ാമത്തെ മൗലികാവകാശമാണ് ഭരണഘടനാ പ്രതിനിധികൾക്കുള്ള അവകാശം. അതിൻ്റെ ആർട്ടിക്കിൾ എത്രയാണ്? 32 മുതൽ 35 വരെയാണ് അല്ലേ. അപ്പോൾ വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായ പരിരക്ഷകളിൽ ഒന്നാണെന്ത്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്ന് പറഞ്ഞാൽ. മേൽപ്പറഞ്ഞ മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെയും അതുപോലെ അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതിയെയും സമീപിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ്, സുപ്രീം കോടതിയെ സംബന്ധിച്ചുള്ളത് അനുച്ഛേദം 32 അതുപോലെ ഹൈക്കോടതിയെ സമീപിക്കുന്നത് അനുച്ഛേദം 226 ആട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പല പ്രാവശ്യവും PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഈ ഒരു പ്രകാരം എന്താണ്, സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിട്ടുകളിലൂടെയാണ് മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ എന്നൊന്നുകൂടി നോക്കാം. ഈ 1 മുതൽ 5 വരെയുള്ള മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് എന്താണ്, അനുച്ഛേദം 32 പ്രകാരമാണ് കേട്ടോ സുപ്രീം കോടതിയെയും അതുപോലെ അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതികളെയും സമീപിക്കാവുന്നതാണ്. ഇനി എന്താണ്, ഇങ്ങനെ സമീപിച്ചാൽ സുപ്രീം കോടതിയും ഹൈക്കോടതികളും എന്താണ്, റിട്ടുകളിലൂടെയാണ് മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത്. എന്താണ് റിട്ടുകൾ എന്ന് പറഞ്ഞാൽ? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ. അപ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും എന്താണ്, മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും എന്താണ്, നിർദ്ദേശങ്ങളുമാണ് എന്ത്, റിട്ടുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ഏതാണ് ആർട്ടിക്കിൾ വരുന്നത്? 32 മുതൽ 35 വരെയാണ്. നോട്ട് ചെയ്യണം കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ അവകാശമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിക്കുന്നുണ്ട്. ഏതവകാശത്തെ? ആർട്ടിക്കിൾ 32 കേട്ടോ. ആർട്ടിക്കിൾ 32-നെയാണ് ഇങ്ങനെ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. എങ്ങനെ? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32-നെയാണ് കേട്ടോ. ഇത് നോട്ട് ചെയ്യണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്? ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. ഇനി ഇതുവരെ നമ്മൾ പറഞ്ഞ മൗലികാവകാശങ്ങളെ ഇവിടെ ഒന്നിച്ചു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ ആർട്ടിക്കിളും കൊടുത്തിട്ടുണ്ട്. സമത്വത്തിനുള്ള അവകാശം ഏതാണ്? അനുച്ഛേദം 14 മുതൽ 18 വരെയാണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം. പിന്നെന്താണ്, 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. പിന്നെന്താണ്, 23, 24 ചൂഷണത്തിനെതിരായ അവകാശമാണ്. അതുപോലെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ്? അനുച്ഛേദം 25 മുതൽ 28 വരെയാണ് കേട്ടോ. അതുപോലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അനുച്ഛേദം 32 കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ ആ ഒരു അവകാശത്തെ പറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് വകുപ്പിനെയാണ്? ആർട്ടിക്കിൾ 32-നെയാണ്. ഈ ആർട്ടിക്കിളൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് റിട്ടുകളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. എന്താണ് റിട്ടുകൾ? നമ്മൾ നേരത്തെ പറഞ്ഞത് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണല്ലേ റിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര റിട്ടുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? 5 റിട്ടുകളാണല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, ക്യോ വാറന്റോ, സെർഷ്യോററി. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. അപ്പം എന്താണ്? അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ. ഇതൊരു ലാറ്റിൻ വേർഡാണ് കേട്ടോ. ഈ ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുന്നാണ് ഹേബിയസ് കോർപ്പസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം.
ഇനി മാൻഡമസ് ആണ് അടുത്തത്. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണെന്ത്? മാൻഡമസും. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണെന്ത്? മാൻഡമസ് കേട്ടോ. ഈ മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്താണ്? നാം കൽപ്പിക്കുന്നു എന്നാണ് മാൻഡമസ് എന്ന ലാറ്റിൻ വേർഡിന്റെ അർത്ഥം. അടുത്തത് പ്രൊഹിബിഷൻ ആണ്. പ്രൊഹിബിഷൻ എന്താണ്? തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഉത്തരവിടുന്നതാണ് പ്രൊഹിബിഷൻ. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്തൊരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ഉത്തരവിനെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഉത്തരവ് എന്താണ്? കീഴ്ക്കോടതികൾക്കെതിരെയോ അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെയോ ആയിരിക്കും സാധാരണയായിട്ട് ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് ക്യോ വാറന്റോ. ക്യോ വാറന്റോ എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണെന്ത്? ക്യോ വാറന്റോ. എന്താണ്? ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് ക്യോ വാറന്റോ എന്ന് പറയുന്നത്. സുപ്രീം കോടതി, ഹൈക്കോടതി എന്നീ ഉന്നത നീതിപീഠങ്ങൾക്കാണ് കേട്ടോ ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്. മറ്റൊരു കോടതികൾക്കുമല്ല. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് ക്യോ വാറന്റോ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്. അടുത്തത് സെർഷ്യോററിയാണ്. ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഒരു ഉത്തരവിനെയാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. അപ്പം എന്താണ്? ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാണ് സെർഷ്യോററി. ഈ ഒരു സെർഷ്യോററി എന്ന ലാറ്റിൻ വാക്കിന് അർത്ഥം എന്താണ്? സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക എന്നാണ് കേട്ടോ. സാക്ഷ്യപ്പെടുത്തുക, പൂർണ്ണ വിവരം നൽകുക എന്നുള്ളതാണ് സെർഷ്യോററി എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ 5 റിട്ടുകൾ പഠിച്ചില്ലേ? ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, ക്യോ വാറന്റോ ആൻഡ് സെർഷ്യോററി. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ക്ലാസ്സിന് ഇടയിൽ പറയുന്നതിന് ക്ഷമിക്കണേ. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ല കമൻറ്റും തരണേ. കാരണം നമ്മൾ തമ്മിലുള്ള ആകെ ഒരു കമ്മ്യൂണിക്കേഷൻ ഫേസ് നമ്മുടെ കമൻറ്റ് സെക്ഷൻ ആണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ മൗലികാവകാശങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് എന്താണ്? നിർദ്ദേശക തത്വങ്ങൾ നോക്കാം. അടുത്ത ഹെഡിങ് ആണ് രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ. അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കുമൊപ്പം സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട്. ഇത് കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളാണ് രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം എന്താണ്? അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും ഒപ്പം എന്താണ്? സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട്. ഈ ഒരു സാമൂഹിക സാമ്പത്തിക നീതി കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളാണ് രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്താണ്? ക്ഷേമരാഷ്ട്രം മുൻനിർത്തിയുള്ള ഭരണഘടനയിലെ ഭാഗം ഏതാണ്? നിർദ്ദേശക തത്വങ്ങളാണ് അല്ലേ. അപ്പോൾ മൗലിക അവകാശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവ കോടതിയുടെ പിൻബലത്തോടെ നടപ്പാക്കാൻ കഴിയുന്നവയല്ല. അതേസമയം സർക്കാരുകൾ നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുമ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങൾക്ക് മതിയായ പരിഗണന നൽകേണ്ടതുണ്ട്. ഭരണഘടനയുടെ ഭാഗം 4 അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം ഭാഗം 4 അല്ലേ അനുച്ഛേദം 36 മുതൽ 51 വരെ. അപ്പോൾ ഭാഗം 4 അനുച്ഛേദം ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഉള്ളത്. ഇനി ഭരണ നിർവഹണത്തിനും നിയമനിർമ്മാണത്തിനും സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഈ ഒരു നിർദ്ദേശക തത്വത്തിൽ ഭാഗം 4 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഭരണനിർവഹണത്തിനും നിയമനിർമ്മാണത്തിനും സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഈ ഒരു നിർദ്ദേശക തത്വത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം ഭാഗം 4 അനുച്ഛേദം 36 മുതൽ 51 വരെയാണ്. ക്ഷേമരാഷ്ട്രം എന്ന ആശയമാണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ, അന്താരാഷ്ട്ര വിഷയങ്ങളെല്ലാം സ്പർശിക്കുന്ന വിപുലമായ ആശയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളുന്നത്. രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളെ ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ 3 തിരിക്കാം. അപ്പോൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന, അതായത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെ? സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, പിന്നെ അതുപോലെ എന്താണ്? ഉദാര ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ 3 തരംതിരിച്ചിട്ടുണ്ട്.
ഇനി എന്താണ് ഉദാര ആശയങ്ങൾ എന്ന് പറഞ്ഞാലും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക, പൗരർക്ക് ഏകരൂപമായ നിയമസംഹിത, തുല്യനീതിയും സൗജന്യ നിയമസഹായവും, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ, പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം. അപ്പോൾ ഉദാര ആശയങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക, പൗരർക്ക് ഏകരൂപമായ നിയമസംഹിത, തുല്യനീതിയും സൗജന്യ നിയമസഹായവും, അതുപോലെ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ, പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ ഏതൊക്കെയാണ് ഉദാര ആശയങ്ങൾ. അടുത്തത് സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ്. അതെന്താണ്? തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വേതനം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം, നീതിപൂർവവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക. ഇത്രയാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ പെടുന്നത്. ഇത് പഠിക്കാൻ ഈസിയാണ് അല്ലേ? അധികം തൊഴിലാളികളും തൊഴിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ വരുന്നത്. അടുത്തത് ഗാന്ധിയൻ ആശയങ്ങളാണ്. എന്താണ് ഗാന്ധിയൻ ആശയങ്ങൾ? ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക, കൃഷിയും മൃഗസംരക്ഷണവും, ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം. ഇത്രയൊക്കെയാണ് ഗാന്ധിയൻ ആശയങ്ങൾ. ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക, കൃഷിയും മൃഗസംരക്ഷണവും, ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മറ്റു മരുന്നുകളുടെയും ഉപയോഗത്തിനുള്ള നിരോധനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം. ഇത്രയൊക്കെയാണ് ഗാന്ധിയൻ ആശയങ്ങൾ. അപ്പോൾ ഈ ഒരു 3 ആശയങ്ങൾ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്, മാറിപ്പോവാതെ നോട്ട് ചെയ്യണം കേട്ടോ. അടുത്ത ഹെഡിങ് എന്താണ്? മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൗലികാവകാശങ്ങളും രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണ്. മൗലികാവകാശങ്ങൾ ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നു. മൗലികാവകാശങ്ങൾ പ്രധാനമായും വ്യക്തികളുടെ അവകാശങ്ങളെയാണ് സംരക്ഷിക്കുന്നത്. അപ്പം എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസം? എന്താണ്? ഇന്ത്യൻ ഈ മൗലികാവകാശങ്ങൾ രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൗലികാവകാശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ എന്താണ്? ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുന്നതാണ്. മൗലികാവകാശങ്ങൾ പ്രധാനമായും വ്യക്തികളുടെ അവകാശങ്ങളെയാണ് സംരക്ഷിക്കുന്നത്. എന്നാൽ നിർദ്ദേശക തത്വങ്ങളോ? അത് സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതാണ് നിർദ്ദേശക തത്വങ്ങൾ. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാൻ നമുക്ക് സാധിക്കൂലേ? എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ സാധിക്കുകയില്ല. മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനായി സങ്കീർണമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ്. നിർദ്ദേശക തത്വങ്ങളുടെ ഭേദഗതി നടപടികൾ താരതമ്യേന ലളിതവും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാവുന്നതുമാണ്. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ ഒക്കെ സമീപിക്കാൻ സാധിക്കും. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തണമെങ്കിൽ സങ്കീർണമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ് അല്ലേ? എന്നാൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭേദഗതി നടപടികൾ എന്താണ്? താരതമ്യേന ലളിതവും അതുപോലെ നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാവുന്നതുമാണ്. ജനാധിപത്യ പ്രക്രിയയിൽ മൗലികാവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുമ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത്. അപ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ മൗലികാവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുമ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്താണ്? സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത്. ഇനി ഇവിടെ നിർദ്ദേശക തത്വങ്ങൾ പ്രയോഗത്തിൽ നിന്ന് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. സാമൂഹിക സാമ്പത്തിക നീതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളായി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ സാമൂഹിക സാമ്പത്തിക നീതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള, അതായത് ക്ഷേമരാഷ്ട്രമാണല്ലേ ലക്ഷ്യം, ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളെയാണ് രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളായിട്ട് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാലാകാലങ്ങളിൽ ആവശ്യാനുസൃതം ഈ നിർദ്ദേശങ്ങൾ പലതും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാറുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയമാണ് 1993 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമത്തിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം നിലവിൽ വന്നത് 1993 കേട്ടോ.
അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്, കാലാകാലങ്ങളിൽ ആവശ്യാനുസൃതം ഈ നിർദ്ദേശങ്ങളൊക്കെ എന്താണ് പലതും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് 1993 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം. ഇതെന്താണ് ഗാന്ധിയൻ ആശയമായിരുന്നു അല്ലെ, ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത്. ആ ഒരു ആശയത്തിന്റെ പിൻബലത്തോടെ മുന്നോട്ട് വന്നിട്ടുള്ള നിയമമാണ് എന്ത്, പഞ്ചായത്തി രാജ് നിയമം. 1993 കേട്ടോ. ഉദാര ആശയമായ സൗജന്യ വിദ്യാഭ്യാസമാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉദാര ആശയമായ സൗജന്യ വിദ്യാഭ്യാസമാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനി 1986 പരിസ്ഥിതി സംരക്ഷണ നിയമവും ഉദാര ആശയത്തിന്റെ പ്രതിഫലനമാണ്. 1976 തുല്യവേതന നിയമം സോഷ്യലിസ്റ്റ് ആശയമായ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വം പ്രാവർത്തികമാക്കുന്നതിനായിട്ട് നടപ്പിലാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, നിർദ്ദേശക തത്വങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിക്കപ്പെട്ട നിയമങ്ങളാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ഒന്നുകൂടി നോക്കുക. 1993 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം, അതുപോലെ 2009 വിദ്യാഭ്യാസ അവകാശ നിയമം, നമ്മൾ നേരത്തെ കണ്ടില്ലേ 2010 ഏപ്രിലാണല്ലേ ഇത് നിലവിൽ വന്നത്. അതുപോലെ 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം, ഇതെന്താണ് ഉദാര ആശയമാണ് കേട്ടോ. ഉദാര ആശയത്തിൽ പെടുന്നതാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം, അതുപോലെ സൗജന്യ വിദ്യാഭ്യാസവും. അതുപോലെ എന്താണ് 1976 എന്താണ് തുല്യവേതന നിയമം. തുല്യവേതന നിയമം എന്നാണ് 1976 കേട്ടോ. ഇതൊരു സോഷ്യലിസ്റ്റ് ആശയമാണ്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വമാണ് ഈ ഒരു നിയമത്തിലൂടെ പ്രാവർത്തികമാക്കിയത്. അടുത്തത് മൗലിക കർത്തവ്യങ്ങളാണ് കേട്ടോ. ഇനി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ചെറിയൊരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും ഓർക്കേണ്ടത്, ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ് സർദാർ വല്ലഭായ് പട്ടേലിന് കേട്ടോ ഇത് പറഞ്ഞത്. ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചല്ലോ. ഇന്ത്യൻ പൗരർക്ക് അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടാകണമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ആരായിരുന്നു, ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയായിരുന്നു അല്ലേ. അതുപോലെ പിന്നീട് ആഭ്യന്തരമന്ത്രിയുമായ വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ. ഇദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യൻ പൗരർക്ക് അവകാശങ്ങളോടൊപ്പം തന്നെ നിയതമായ ചുമതലകളും ഉണ്ടാകണമെന്നാണ് അദ്ദേഹം ഈ ഒരു വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നത്. ഇനി അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. പൗരർ പാലിക്കേണ്ടതായ ചില കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ചില കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. അപ്പോൾ എന്തൊക്കെ മൗലിക കർത്തവ്യങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കേണ്ടതെന്ന് അറിയാനായിട്ട്, നിർദ്ദേശങ്ങൾ വെക്കാനായിട്ട് 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. ഏത് കമ്മിറ്റിയാണ്? സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി ആട്ടോ. ഏത് വർഷമാണ് നിയോഗിച്ചത്? 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഈ ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് 1976 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം 4A ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ഏതാണ് ഭാഗം? 4Aയിലാട്ടോ. എന്താണ് മൗലിക കർത്തവ്യങ്ങൾ ഉള്ളത്? 4Aയിലാണ്. അപ്പോൾ 1976 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി എന്താണ്? ഇത് പ്രകാരം 51A എന്ന അനുച്ഛേദമായിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായി തീർന്നത്. അപ്പോൾ ആർട്ടിക്കിൾ ഏതാണ്? 51A ആണ് കേട്ടോ. ആർട്ടിക്കിൾ 51Aയിലാണ് മൗലിക കർത്തവ്യങ്ങൾ വരുന്നത്. ഭാഗം 4Aയിലും അതുപോലെ ആർട്ടിക്കിൾ 51Aയിലും. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ. 1976 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് ഇത് നിലവിൽ വന്നത്. പൗരർ എന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക, രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക, രാജ്യം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക തുടങ്ങിയ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്ന ആശയങ്ങളാണ്. ഇവയ്ക്ക് എന്താണ്? മൗലിക കർത്തവ്യങ്ങളിൽ പെടുന്നവയാണ്. എല്ലാ പൗരരും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിച്ചിരിക്കേണ്ട കർത്തവ്യങ്ങൾ എന്തെന്ന് ബോധ്യപ്പെടുത്തുന്നതാണിവ. 11 ചുമതലകളാണ് മൗലിക കർത്തവ്യങ്ങളായി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര മൗലിക കർത്തവ്യങ്ങളാണുള്ളത്? 11 കേട്ടോ. ഇവയിൽ ചിലത് ധാർമ്മികമായതും മറ്റു ചിലത് പൗരധർമ്മപരമായതുമാണ്. പൗരർ മൗലികാവകാശങ്ങൾ അനുഭവിക്കുമ്പോൾ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് കൂടി ബോധമുള്ളവരാകണമെന്നതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം.
അപ്പോൾ നമുക്ക് മൗലികാവകാശങ്ങൾ ലഭിക്കുമ്പോൾ തന്നെ എന്താണ്, മൗലിക കർത്തവ്യങ്ങൾ, നമ്മൾ ഈ രാഷ്ട്രത്തോട് ചെയ്യേണ്ട മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് കൂടി ബോധമുള്ളവരാകണമെന്നതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. മറ്റെന്തെല്ലാം കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ പൗരർക്ക് ഭരണഘടനാ അനുസൃതം നിർവഹിക്കാനുള്ളതെന്ന് പാഠപുസ്തകത്തിന്റെ അവസാന ഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. ഇനി എന്തൊക്കെയാണ്? രാഷ്ട്രത്തെ കാത്തു സൂക്ഷിക്കുക, അതുപോലെ പരിസ്ഥിതി സംരക്ഷിക്കുക, രാഷ്ട്രം ആവശ്യപ്പെടുമ്പോൾ എന്താണ് ദേശീയ സേവനം അനുഷ്ഠിക്കുക. ഇതൊക്കെ എന്താണ് മൗലിക കടമകളിൽ പെടുന്നതാണ് കേട്ടോ. നമ്മുടെ ഭരണഘടന വ്യക്തികളുടെ അന്തസ്സുറ്റ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ അവകാശങ്ങൾ മൗലികാവകാശങ്ങളായി ഉറപ്പു നൽകുന്നു. ഒപ്പം സമൂഹക്ഷേമത്തിനായുള്ള രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്കും നിലനിൽപ്പിനും ഉതകുന്ന മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ വിധത്തിൽ ഭരണഘടന അവകാശങ്ങളുടെയും കർത്തവ്യങ്ങളുടെയും ഒരു സംഹിതയായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഇതിലെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു പോയിന്റും ഇതിലില്ല. നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.